പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്ക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു, അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു. കയ്യിൽ ഇരുന്ന വടി താഴെയിട്ടപ്പോൾ സർപ്പമായി തീർന്നത് കണ്ടു ഭയപ്പെട്ട മോശ ഓടുവാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഭയപ്പെട്ട് മാറി നിൽക്കുവാൻ ശ്രമിച്ചപ്പോൾ, ദൈവം മോശയോട് പറഞ്ഞൊരു വാക്കാണ്, നീ താഴെയിട്ട വടിയുടെ വാലിൽ, അല്ലെങ്കിൽ അർത്ഥാൽ ആ പാമ്പിന്റെ വാലിൽ പിടിക്കാൻ പറയും. പ്രതികൂലങ്ങളെ കണ്ട് ഓടേണ്ടവരല്ല നമ്മൾ. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഒരുപക്ഷെങ്കിൽ നമ്മളുടെ കൈപ്പിഴ കൊണ്ട് സംഭവിച്ച ചില പ്രതികൂലങ്ങൾ, നമ്മുടെ അനുസരണക്കേട് കൊണ്ട് സംഭവിച്ച ചില പ്രതികൂലങ്ങൾ, നമ്മുടെ നോട്ടപ്പിശക് കൊണ്ട് സംഭവിച്ച ചില പ്രതികൂലങ്ങൾ, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് ഉണ്ടായ ചില പ്രതികൂലങ്ങൾ, ഈ പ്രതികൂലങ്ങളെ കണ്ട് ഓടിപ്പോകേണ്ടവരല്ല നമ്മൾ. ഈ ഭാഗത്തുനിന്നും ദൈവാത്മാവ് നിങ്ങളെ ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുവാൻ, നിങ്ങളോട് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന വചനം ഇങ്ങനെയാണ്: പ്രതികൂലങ്ങളെ കണ്ട് ഓടേണ്ടവരല്ല, പ്രതികൂലങ്ങളെ കയ്യിലെടുത്ത് വിശ്വാസത്തോടെ അതിന്മേലൊരു ദൈവപ്രവൃത്തി നമ്മളെ കാണിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. മോശയുടെ കയ്യിലിരുന്ന വടിയാണ് താഴെ ഇട്ടത്. എന്നാൽ ആ വടി താഴെ വീണപ്പോൾ അത് പാമ്പായി തീർന്നു. ആ പാമ്പിനെ കണ്ട് മോശ ഓടുക. പക്ഷെ ദൈവം പറയുന്നു, മോശയെ നീ ആ പാമ്പിനെ വാലെ പിടിക്കുക. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഏതെങ്കിലും പ്രതികൂലങ്ങളെ കണ്ട് നിങ്ങൾ ഒടിച്ചോടാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന ചില കഷ്ടതകൾ കണ്ടിട്ട് ഈ ഭൂമിയിലെ ജീവിതം മതിയാക്കാമെന്ന് ചിന്തിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി ഒളിച്ചോടാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ദൈവം നിങ്ങളോട് പറയുന്നു, തിരിച്ചു വരിക. എന്നിട്ട് നിങ്ങളായി താഴെയിട്ടതായ ആ വടിയെ, അതിന്റെ പ്രതികൂലത്തിന്റെ വാതിൽ, അതിന്റെ വാലെ പിടിക്കുക. അതിനെ നിങ്ങൾ കൈകൊണ്ടെടുക്കുക യേശുവിന്റെ നാമത്തിൽ. ഏത് പ്രതികൂലമാണോ അതിനെ കൈകൊണ്ട് പിടിക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. ഗോലിയാത്തിന് നേരെ ദാവീദ് അടുത്തു പോയതുപോലെ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ അധികാരപ്പെടുത്തുക. മുൻപിലുള്ള പ്രതികൂലങ്ങളെ കണ്ട് തിരിച്ചോടേണ്ടവരല്ല ദൈവത്തിന്റെ മക്കൾ. മുൻപിലുള്ള രോഗങ്ങളെയോ വിഷമങ്ങളെ കണ്ട് ഒളിച്ചോടേണ്ടവരല്ല ദൈവത്തിന്റെ മക്കൾ. ആ പ്രതികൂലത്തിന്റെ വിശ്വാസത്താൽ നമ്മൾ അതിനെ മുറുകെ പിടിക്കണം. യോബ് അങ്ങനെയല്ല ചെയ്തത്. എത്ര പ്രതികൂലമാ തന്റെ മുൻപിൽ കൂടെ ഇഴഞ്ഞു നടന്നത്. പക്ഷെ ആ പ്രതികൂലങ്ങളെയൊക്കെ തന്റെ ഉള്ളിലുള്ള ദൈവവിശ്വാസത്താൽ താൻ അതിനെ കരുത്ത് പിടിച്ചു. എന്നിട്ട് യോബ് പറഞ്ഞെന്താ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ മുൻപിൽ ഉള്ളിടത്തോളം കാലം, കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരു പ്രതികൂലത്തെയും പേടിക്കേണ്ട ദൈവമക്കളെ. കർത്താവിനൊന്ന് ശരണപ്പെടേ. നിങ്ങളുടെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ മാറാൻ പോകുക. നിങ്ങളുടെ കഷ്ടതകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറാൻ പോകുക. ആകയാൽ യേശു പറയുന്നു, പ്രതികൂലത്തെ കരം കൊണ്ട് പിടിക്ക്. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരം വെച്ച് പ്രാർത്ഥിര്. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെയാണോ കടന്നു പോകുന്നത്, നിങ്ങൾ ഏത് വിഷയത്തിലാണോ തകർന്നിരിക്കുന്നത്, ആ വിഷയത്തെ നിങ്ങളുടെ കരങ്ങളിൽ എടുത്തു പിടിച്ച് വിശ്വാസത്തോടെ അതിനെ ഒന്ന് ദൈവകരങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ച് പ്രതികൂലങ്ങൾ മാറും. ആകയാൽ ഇന്ന് പകൽക്കാലം എന്തിനെ കണ്ടാണോ നമ്മൾ ഭയപ്പെട്ടത്, ആ ഭയപ്പാടിനെ ദൈവം മാറ്റാൻ പോവുകയാണ്. അത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ ദൈവം രൂപാന്തരം വരുത്തി നിങ്ങളുടെ കയ്യിലെത്തിക്കാൻ പോവുകയാണ്. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. മോശ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു, പാമ്പിന്റെ വാലെ പിടിച്ചു, അത് പഴയ വടിയായി തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രതികൂലങ്ങളൊക്കെ. നമ്മളൊന്ന് അനുസരിച്ച് കർത്താവിന്. നമ്മൾ ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഭയപ്പെട്ടു പോവുക, അയ്യോ എന്ന് വിളിച്ച് നമ്മൾ ഓടാൻ ശ്രമിക്കുക. പക്ഷെ കർത്താവ് പറയുന്നു, മുൻപോട്ട് വെച്ച കാല് പുറകോട്ട് വെക്കരുത്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ഒരു ദൈവദാസനാണോ നിങ്ങൾ? നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ചില പ്രതികൂലങ്ങൾ കാണും.
പ്രയാസങ്ങൾ കാണും. യോഹന്നാൻ അപ്പോസ്തലനെ പോലെ നാല് ചുറ്റുപാട് പ്രതികൂലങ്ങളായിരുന്നു. പക്ഷേ ആ പ്രതികൂലങ്ങളെ നോക്കാതെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിയത് കൊണ്ട് താൻ ദൈവദർശനം കണ്ടുവെങ്കിൽ ഇന്ന് പകൽക്കാലം നാം കാണാൻ പോകുന്നത് ചില പ്രതികൂലങ്ങളെ ദൈവം ചില വലിയ അത്ഭുതകരമായി തീർക്കുന്നതാണ്. ആകയാൽ വിശ്വസിക്കുക, പ്രതികൂലത്തെ കൈകൊണ്ട് പിടിക്കുവാൻ ഇന്ന് പകൽക്കാലം മനസ്സും കൈയും ബലപ്പെടട്ടെ, ധൈര്യപ്പെടുക. യേശുവിന്റെ നാമത്തിൽ സകല പ്രതികൂലത്തെയും കയ്യിലെടുത്തുകൊണ്ട് അതിനെ ദൈവകരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം പ്രതികൂലങ്ങൾ മാറും. കർത്താവ് നമ്മെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.